അപ്പോൾ ഇനി പാലായിലേക്ക് വരുമ്പോൾ അവിടെ വലിയ ട്വിസ്റ്റ് നടന്നൊരു നഗരസഭ കൂടിയാണ് അല്ലേ? ബിനു പുളിക്കക്കണ്ടം അല്ലേ? പാലായിൽ സംഭവിച്ചത് മധുര പ്രതികാരമെന്ന് UDFന് പിന്തുണ പ്രഖ്യാപിച്ച ബിനു പുളിക്കക്കണ്ടം മീഡിയ വണ്ണിനോട്. അർഹനായ തന്നെ മുൻപ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വെട്ടിയവർ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പാർലമെന്റ് രംഗത്തെ തന്റെ അനുഭവം മകൾക്ക് കരുത്താകുമെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞിരുന്നു, പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ്. കാലം സൂക്ഷിച്ചു വെച്ച കാവ്യനീതി അതല്ലേ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാൽ എനിക്ക് അർഹതപ്പെട്ട ചെയർമാൻ സ്ഥാനം, നഗരസഭയിൽ വലിയ സീനിയോറിറ്റി ഉണ്ടായിരുന്നു. ചിഹ്നത്തിൽ ജയിച്ചത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പുരുഷനായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അനുകൂല സാഹചര്യമുള്ളപ്പോൾ എന്നെ ബോധപൂർവം മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനായിരുന്നു എനിക്കിഷ്ടം. ഞാനത് ആ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായി താറടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ നിരവധി തവണ എൻ്റെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ അത് ചെയ്യുന്നയാളുടെ പൂർവികർ ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാത്ത രീതിയിൽ, പാലായിലെ ജനമനസ്സുകളിലുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും തേരാത്ത രീതിയിൽ അതിനിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ആൾ പ്രവർത്തിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി പ്രതികരിച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നഗരസഭാ ഭരണം എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാണുന്ന പോലെയല്ല. കുറേ നൂലാമാലകളുണ്ട്, വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് സാമ്പത്തികം മാത്രമേ പല വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ തടസ്സം വരുന്നുള്ളൂ. ഇത് സാമ്പത്തികമുണ്ടെങ്കിലും നഗരസഭ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അതിന് കുറേ പ്രൊസീജിയറുകളുണ്ട്. അതൊക്കെ പഠിച്ചു വരണം. അത് ഇപ്പം മോളെന്നല്ല, പുതിയതായിട്ട് കടന്നു വരുന്ന ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയവും ഇതൊക്കെയാണ്. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ മാത്രമല്ല, നമ്മളോടൊപ്പം നഗരസഭയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, നേതാക്കന്മാരുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.